നല്ല പുത്തനെ ഷോട്ടിൻ്റെ കൂടെ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരെ, കരീം മൈത്രിയാണ്. മടിയൻ സബാൻ റോഡ്, അതായത് ബദർ നഗർ പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതുകൊണ്ട് രാവിലെ തന്നെ ചിത്താരി KSEBയിൽ പരാതി പറയുകയും ആ പരാതിക്ക് പരിഹാരം കാണാത്തത് കൊണ്ട് ഒരുപാട് പ്രാവശ്യം ഫോൺ വിളിച്ചു. അതിനുശേഷം നേരിട്ട് പോയി പറയുകയും ചെയ്തു. ഇപ്പം രാത്രിയിൽ ഈ KSEBയിൽ ഡ്യൂട്ടിക്കെത്തിയ വിനോദും അതുപോലെ തന്നെ അനീഷും ഈ വൈകിയ വേളയിൽ ഇവിടെ എത്തുകയും നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വൈകിയ വേളയിലെത്തിയ ചിത്താരി KSEBയിലെ ഉദ്യോഗസ്ഥരായ വിനോദിനും അതുപോലെ തന്നെ അനീഷിനും എല്ലാവിധ നന്മകൾ നേരുന്നു. ഇവിടെ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അറിയേണ്ട ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഈ തെങ്ങിന് മുകളിൽ തെങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ കെട്ടിയൊരു കമ്പി പൊട്ടി വീണ് വൈദ്യുതി ലൈനിൽ തട്ടുകയും അത് ഷോർട്ടായതൊന്നും ചെയ്തുകൊണ്ടാണ് കറണ്ട് പോയത്. വലിയൊരു അപകടം നടക്കേണ്ടതായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇവിടെ വന്ന ഈ KSEB ഉദ്യോഗസ്ഥനായ നമ്മുടെ നല്ല രീതിയിൽ ഇടപെടുന്ന നമ്മുടെ വിനോദ് പറയുന്ന കാര്യം എന്താ പറഞ്ഞാൽ, ഇതിൻ്റെ ഈ ലൈനിൻ്റെ മുകളിലേക്ക് ഫേസിൻ്റെ മുകളിലേക്ക് ഈ കമ്പി വീണാൽ താഴേക്ക് കമ്പി വീഴുകയും ചെയ്താൽ അതാരെങ്കിലും പിടിച്ചാൽ ചിലപ്പോൾ അപകടം സംഭവിക്കും. തീർച്ചയായിട്ടും അത് രണ്ട് ലൈനിലും ഫേസിലും ന്യൂട്രലിലും തട്ടിയത് കൊണ്ട് മാത്രമാണ് ഫീസ് പോയത്. അപ്പോൾ നമ്മൾ പലവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തെങ്ങിന് മുകളിലെ കമ്പിയൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി എന്ന് മനസ്സിലാക്കുന്നു. അപകടം പറ്റും. ഇപ്പോൾ ഫേസ് ന്യൂട്രൽ ആയതുകൊണ്ട് ഇവിടെ ഫീസ് പോയി. വെറും ഫേസിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തൊട്ടാൽ കറണ്ട് ഭാഗ്യത്തിന് അതില്ല വന്നു തൊട്ടായിരുന്നു. ആയിക്കോട്ടെ. എന്നാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ KSEBന്റെ ഒരു കാര്യം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. നമ്മളെ ഇവിടെ രാവിലെ മുതൽ പോയ കറണ്ട് അത് നമ്മളെ KSEBയിൽ പരാതി പ്രകാരം ഇപ്പം ഈ വൈകിയ സമയത്ത് നമുക്ക് ഇവിടെ വന്ന് നമ്മളെ ബദർ നഗർ സബാൻ റോഡ് പ്രദേശത്ത് വന്നിട്ട് അതിന് പരിഹാരം കണ്ടെത്തിയ നമ്മുടെ വിനോദ് അതുപോലെ തന്നെ അനീഷ് വളരെ റിസ്ക് ഉണ്ടായിരുന്നു. കാരണം രണ്ട് കമ്പി ടച്ചായതാണ്. ഇപ്പൊ അവര് പറഞ്ഞത് ആ കമ്പി ഫേസിനാവറ്റം ടച്ചായിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അവിടെ കുട്ടികളെല്ലാം ഉണ്ടാകുന്ന സ്ഥലമാണുണ്ടായത്. എന്തായാലും അവര് നമുക്ക് ഒരു പരിഹാരം ഇപ്പൊ തന്ന് അവര് വളരെ റിസ്ക് എടുത്തിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. രണ്ടാമത്തെ ആശിച്ചു. ഓക്കെ.